മാർത്താണ്ഡവർമ്മയുടെ ജനനത്തിന് മുൻപ് വരെ തിരുവിതാംകൂറിൽ നാടുവാഴിത്തമായിരുന്നു അധികാരം കൈയാളിയിരുന്നത്. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അധികാരം നേടാനും അധികാരം നിലനിർത്താനുമൊക്കെ ഏതറ്റം വരെയും പോകുമായിരുന്നു നാടുവാഴികൾ. മാർത്താണ്ഡവർമ്മയുടെ അമ്മവനായ രാമവർമ്മയുടെ ഭരണകാലത്തും തിരുവിതാംകൂറിൻ്റെ അവസ്ഥ ഇതുതന്നെയായിരുന്നു. പിന്നീട് 1729 രാമവർമ്മ നാട് നീങ്ങിയപ്പോൾ യുവരാജാവായ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാമവർമ്മയുടെ മക്കളായ പപ്പുത്തമ്പിയും രാമൻ തമ്പിയും സിംഹാസനത്തിന് അവകാശവും പറഞ്ഞ് മുന്നോട്ട് വന്നു. യോഗക്കാരും എട്ടിവീട്ടിൽ പിള്ളമാരും പോറ്റിമാരും നവാബിൻ്റെ സൈന്യവുമൊക്കെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. എന്നാൽ തന്ത്രശാലിയായ മാർത്താണ്ഡവർമ്മ നവാബിൻ്റെ സൈന്യാധിപനായ അഴകപ്പ മുതലയാർക്ക് കൈക്കൂലി കൊടുത്ത് അവരെ മടക്കി അയക്കുകയും തമ്പിമാരെ വധിക്കുകയും ചെയ്തു. പിന്നീട് രാജ്യദ്രോഹ കുറ്റം ചുമത്തി പോറ്റിമാരെയും എട്ടുവീട്ടിൽ പിള്ളമാരെയും തടവിലാക്കുകയും ചെയ്തു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോറ്റിമാരെ നാടുകടത്തുകയും തടവിലാക്കിയ എട്ടുവീട്ടിൽ പിള്ളമാരെ തൂക്കിലേറ്റുകയും ചെയ്തു. അവരുടെ ഭാര്യമാരെ എട്ടുവീട്ടിൽ പിള്ളമാരുടെ ഭാര്യമാരെ തുറയേറ്റുകയും ചെയ്തു. അങ്ങനെ വളരെ കാലമായി തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന നാടുവാഴിത്തം വളരെ തന്ത്രപൂർവ്വം മാർത്താണ്ഡവർമ്മ അവസാനിപ്പിച്ചു.